തൃശ്ശൂർ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. യു ഡി എഫിന് ഉറപ്പായിട്ടും വിജയിക്കുന്നതാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. ഞങ്ങൾ മിനിഞ്ഞാന്ന് ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് ബൂത്ത് തലത്തിലുള്ള കണക്ക് വരെ കൊടുത്തു. അപ്പോൾ കാണാൻ കഴിഞ്ഞൊരു പ്രവണത ഈ ചില ദല്ലാൾമാർ പറഞ്ഞ പോലത്തെ ഒരു ചർച്ച നടന്നല്ലോ EP ജയരാജനും ജാവേദ്കറുമായിട്ട്. അതിൻ്റെ പ്രതിഫലനം തൃശ്ശൂർ കണ്ടിട്ടുണ്ട്. കാരണം ഇപ്പം നാട്ടിക, ഗുരുവായൂരിലെ ചില പഞ്ചായത്തുകൾ ഇതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. കാരണം CPMൻ്റെ ഉറച്ച ചില പഞ്ചായത്തുകൾ ഈ നാട്ടികയിലും ഗുരുവായൂരൊക്കെ അതപ്പുറത്തേക്ക് പോയിട്ടുണ്ട്, BJPക്ക് പോയിട്ടുണ്ട്. എന്നാൽ UDFന് കഴിഞ്ഞവണ കിട്ടിയ വോട്ടിലൊന്നും ചോർച്ചയുണ്ടായിട്ടില്ല. 2 കാരണങ്ങളാണ്. ഒന്ന്, മൈനോറിറ്റി കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്, മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ കൺസോൾട്ടേഷൻ. അതുപോലെ തന്നെ സമദൂരത്തിൽ ശരിദൂരം എന്ന NSSൻ്റെ നിലപാട് വളരെയധികം തൃശ്ശൂർ UDFനെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രാഹ്മണ സഭയിലും നല്ല രീതിയിൽ സഭ ഒന്നിച്ച് തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും അതിലെ പലരും UDFനെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ദളിത്, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി, ധീവര സമുദായം തുടങ്ങിയിട്ടുള്ളതിൽ ഈഴവ സമുദായത്തിലൊക്കെ അവരങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോട് പ്രത്യേകിച്ച് ആഭിമുഖ്യം കാണിച്ചിട്ടില്ല. അവരുടെ വോട്ടുകൾ മുന്നേ 3 പേർക്കായിട്ട് വീതിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നല്ല വിജയം UDFന് ഉറപ്പാണ്. തീർച്ചയായിട്ടും കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇടതുപക്ഷത്തിന് നല്ല ശക്തിയുള്ള പഞ്ചായത്തുകളിലാണ് നാട്ടികയിൽ വോട്ട് കുറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് UDFനെ ബാധിക്കില്ല, UDFൻ്റെ വിജയത്തിന് അത് ബാധിക്കില്ല. ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു ട്രെൻഡ് ഇല്ലാത്തൊരു ഇലക്ഷനാണെങ്കിൽ ഒരു 30,000-നും 50,000-നും മധ്യേ ജയിക്കുന്നതാണ്. അത് വ്യക്തമായിട്ടുള്ള കണക്ക് തന്നെയാണ്, അതിൽ കുറയില്ല. നല്ല ട്രെൻഡാണെങ്കിൽ 1 ലക്ഷം വരെ പോകാം. ചിലപ്പോൾ 2ാം സ്ഥാനത്തേക്ക് വരുമില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. കിട്ടിയ വോട്ടിൻ്റെ തോതനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു വോട്ട് വരെ മറച്ച് ചെയ്താൽ തന്നെ അണികളെല്ലാം അനുസരിക്കില്ലല്ലോ. ഒരു ചില ഏരിയ കണക്കാക്കിയിട്ടാണ് ചെയ്യുക. അത് അങ്ങനെയാണ് ചില ഏരിയയിൽ ഞങ്ങൾക്ക് അതിൻ്റെ മെസ്സേജ് കിട്ടിയത്. അത് വ്യക്തമാക്കിയല്ലോ. EP ജയരാജൻ തന്നെ പറഞ്ഞതെന്താ, ജാവേദ്കറെ പെട്ടെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. കരുവണ്ണൂരിൽ എന്തിനു ദ്രോഹിക്കുന്നു, ലാവലിൽ നിങ്ങളെന്തിനാ ദ്രോഹിക്കുന്നത് പറഞ്ഞപ്പോൾ ജാവേദ്കർ പറഞ്ഞല്ലോ ഇതിനൊക്കെ ഒരു ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തൃശ്ശൂരെങ്കിലും ജയിപ്പിക്കുക. അങ്ങനെ ചെയ്യാൻ ഈ കേസുകളൊക്കെ വിഡ്രോ ചെയ്യുന്നത് മാത്രമല്ല, അതിന് പുറമെ 2026 സഹായിക്കാമെന്ന് പറഞ്ഞു എന്നാണല്ലോ ജയരാജൻ തന്നെ സമ്മതിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് പിണറായി അറിഞ്ഞുകൊണ്ടാണ് ആ കൂടിക്കാഴ്ച, അതിൻ്റെ ഭാഗമാണത്. പക്ഷെ അത് ഞങ്ങൾ ഒട്ടും ഭയപ്പെടുത്തുന്നില്ല. അല്ല, BJPയോടുള്ള CPMൻ്റെ സമീപനം എല്ലാ കാലത്തും ഒരു എന്താ പറയേണ്ടത്, ഒരു സോഫ്റ്റ് ലൈനാണ്. ഇപ്പോൾ 2004 അവർ ജയിച്ചല്ലോ CPMൻ്റെ. അന്ന് ഏറ്റവും കൂടുതൽ MP അവർക്കുണ്ടായി. ലോക്സഭയിൽ 53 MP ആ 53 പേരും 4 കൊല്ലം കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? ഇതേ BJPയോടൊപ്പം ചേർന്ന് മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ നോക്കി, ഒരു ആണവ കരാറിൻ്റെ പേര് പറഞ്ഞ്. 89 അവരുടെയും കൂടെ സഹായത്തോട് കൂടിയിട്ടല്ലേ VP സിംഗ് വന്നത്, CPM + BJP. ഇപ്പോൾ എല്ലാ കാലത്തും CPM BJPയോട് സോഫ്റ്റ് കോർണർ കേരളത്തിലെടുത്തിട്ടുണ്ട്. മുമ്പ് അഖിലേന്ത്യാ തലത്തിൽ എടുത്തിരുന്നു, പക്ഷേ ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ മാറിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും ആ പഴയ രീതിയിൽ തന്നെ നിൽക്കുക. അല്ല, ഞാൻ പറഞ്ഞതാണ്, എല്ലാം നടന്നോളണമെന്നില്ല. വോട്ട് മറിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ അത്ര മറിഞ്ഞിട്ടുണ്ടോ, അതിൻ്റെ തോതെന്താണെന്ന് നമുക്ക് റിസൾട്ട് വരുമ്പോഴേ പറയാൻ പറ്റൂ. ജൂൺ 4 വരെ ഇപ്പോൾ ഇതിൻ്റെ തർക്കങ്ങളൊക്കെ ആയിട്ടങ്ങ് പോവും. 4 വ്യക്തമായിട്ടുള്ള റിസൾട്ട് വരുമല്ലോ. അപ്പോൾ നമുക്ക് അതനുസരിച്ച് പരിശോധിക്കാം. കരുവണ്ണൂര് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ കേസുകളുടെ പട്ടികയിൽ CPMകാരെ ഭയപ്പെടുത്തുന്ന കാര്യം. അതാണല്ലോ ജയരാജനെതിരായിട്ട് ആക്ഷൻ എടുക്കാൻ എൻ്റെ കാരണം എന്താ? ജയരാജൻ BJPയിലേക്ക് പോകാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പിണറായി വിജയന് വേണ്ടി CPMുമായിട്ട് CPMൻ്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം ജാവേദ്കറുമായിട്ട് ചർച്ച നടത്തി. അതാണല്ലോ ചില ദല്ലാൾമാർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം തൃശ്ശൂരാണ് മെയിനായിട്ടുള്ള ഡീല്. പക്ഷേ അത് ഏൽക്കില്ല.